ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കച്ചോലത്തെക്കുറിച്ചാണ്. ഞാൻ വിശദമായ ഒരു വീഡിയോ കച്ചോലത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നെൻ്റെ സംശയം ഒന്ന് തീർക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കച്ചോലത്തിന് ഒരു പകരക്കാരനോ അങ്ങനെയൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയാവുന്നവരിടുക. പല വീഡിയോയിലും വയലറ്റ് കളറിൽ കച്ചോലം കാണുന്നുവെന്ന് ഞാൻ കണ്ടു. ഞാൻ വർഷങ്ങളായി കച്ചോലം നടുന്നു. പക്ഷെ അതിൻ്റെ അടുത്തായി തനിയെ കിളിർത്തു വന്നതാണ് ഈ വയലറ്റ് കളർ കച്ചോലം. രണ്ടിനും തമ്മിൽ വളരെ സാമ്യമുണ്ട്. പക്ഷേ ഇലയും വയലറ്റ് കളറും പച്ച ഇലയുടെ വെള്ളയും വയലറ്റ് കളറുമായിട്ടുള്ള പൂക്കളാണ്. വയലറ്റ് കളർ കച്ചോലത്തിൻ്റെ പൂക്കൾക്ക് നല്ല വയലറ്റ് കളറുമാണ്. പൂക്കൾ രണ്ടും സാമ്യവുമുണ്ട്. ഇലകൾ രണ്ടിനും സാമ്യമുള്ളത് നിലത്ത് പറ്റി പിടിച്ച് വളരുന്നതായിട്ടാണ് കാണുന്നത്. ഇതെൻ്റെ പറമ്പിൽ പല ഭാഗത്തും കാണുന്നു. അത് നമ്മൾ കളയണോ അതോ ഇതിനെ നിലനിർത്തി കച്ചോലമായിട്ട് കൊണ്ടുപോകണോ എന്ന് സംശയമുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായി ചെയ്യുന്നത്. ചെടികൾ പോലെ തന്നെ ചട്ടിയിൽ നമുക്ക് വളർത്താം. നല്ല ഭംഗിയിൽ ചെടിയായി അലങ്കരിച്ച് നിർത്തുകയും ചെയ്യാം. ഇത്രയൊക്കെ ആയാലും പിന്നെയും എൻ്റെ സംശയത്തിൻ്റെ ഉത്തരം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക. 2 തരം കച്ചോലം ഉണ്ടെന്ന് പല വീഡിയോയിലും ഞാൻ കണ്ടു. അത് കലാത്തി കുടുംബത്തിൽപ്പെട്ട ഒരു തരം ചെടിയാണെന്നും ഒരു വീഡിയോയിൽ കണ്ടു. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ പീകോക്ക് ജിഞ്ചർ എന്നാണ് കിട്ടിയത്. ഒരു കാര്യം കൂടി പറയാം, രണ്ടിൻ്റെയും കിഴങ്ങുകൾക്ക് നല്ല സാമ്യമുണ്ട്. പക്ഷേ മണത്തിൽ പച്ച കച്ചോലം നല്ല രൂക്ഷമായ മണവും നല്ല ഒരു മണവുമാണ്. പക്ഷേ വയലറ്റിന് ഒട്ടും മണമില്ലാത്തതുമാണ്. ഞാൻ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത ഈ ഉത്തരവുമായിട്ട്. ഇത് പലരുടെയും സംശയമാണ്, എൻ്റെ ഒരാളുടെ മാത്രം സംശയമല്ല. അതുകൊണ്ട് ഇത് കൃഷികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ചാനൽ കാണുന്നുണ്ട്. അവരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ഒന്ന് പറയുക. ഈ രണ്ടും കച്ചോലം തന്നെയാണോ? ആണെങ്കിൽ അതിന് കാര്യം പലയിടത്തും ഈ വീഡിയോയിൽ തന്നെ പലയിടത്തും ഇത് കാണുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ പറമ്പിൽ തന്നെ നിർത്തണോ അതോ ഇത് എടുത്ത് കളയണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ.